റീമർ ടീമാൻ റിയാക്ഷൻ. ഓക്കെ, ഈ റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫീനോൾ ഗ്രൂപ്പിൽ ഒരു CHO ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണെന്ത് റീമർ ടീമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫീനോൾ ഉണ്ട് അല്ലേ, ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ OH എന്ന് എഴുതിയാൽ എന്താ പറയുക, ഫീനോൾ. ഓക്കെ, ഫീനോൾ റിയാക്ട് ചെയ്യുന്ന ആരായിട്ടാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് NaOH. അതേപോലെ തന്നെ CHCl3 അതിനാണ് എന്താ പറയുക, ക്ലോറോഫോം. ഓക്കെ, ഫിനോൾ റിയാക്ട് വിത്ത് NaOH ആൻഡ് ക്ലോറോഫോം വിച്ച് ഫോം. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫിനോളിൽ OH ഉണ്ട്, അതേപോലെ തന്നെ NaOH. അവിടെ ഫിനോളിലെ OHഉം NaOHൽ Hഉം കൂടി എന്ത് ചെയ്യും, വാട്ടർ റിമൂവ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, അടുത്ത പ്രോഡക്റ്റിൽ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ONa എന്നാവും. അതേപോലെ തന്നെ ക്ലോറോഫോമിലുള്ള ഒരു ക്ലോറിന് ബെൻസീൻ റിങ്ങിലുള്ള ഒരു ഹൈഡ്രോജനുമായിട്ട് HCl പോവും. അങ്ങനെ CHCl2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ഇത് റിയാക്ട് ചെയ്യും ആരായിട്ട്, NaOHഉം H+O ആയിട്ട് എഗെയിൻ റിയാക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഫിനോളും മുകളിൽ CHO ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, അതായത് സാലിസിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫിനോൾ റിങ്ങിൻ്റെ മുകളിൽ CHO ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടും, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടും. ഈ റിയാക്ഷന് പറയുന്ന പേരാണെന്ത്, റീമർ ടീമാൻ റിയാക്ഷൻ. അപ്പോൾ എത്രയേ ഉള്ളൂ, ഫിനോൾ റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് NaOH ഫോം സാലിസിൽ ആൽഡിഹൈഡ്. ഓക്കെ.